ഉണ്ണിയപ്പത്തിന് വേണ്ടി എടുത്തിരിക്കുന്നത് 1 ഗ്ലാസ് അപ്പപ്പൊടിയാണ്, നൈസായിട്ടുള്ള അപ്പപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ 1 ഗ്ലാസ് മൈദയുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ് അരിപ്പൊടി, 1 ഗ്ലാസ് മൈദ, ഇതിലേക്ക് നമുക്ക് വേണ്ടത് 400 ഗ്രാം ശർക്കരയാണ്. അപ്പോൾ നമുക്ക് ഉരുക്കിയെടുക്കാം. അതിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. ഇത് നന്നായിട്ട് ഉരുക്കിയെടുക്കണം. നമ്മൾ ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചൂടാറാൻ വെക്കാം. അപ്പോൾ ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അരിച്ചെടുക്കണം ശർക്കര എപ്പോഴും, കാരണം നമ്മൾ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ നേരിട്ട് ഇടുകയാണെങ്കിൽ മണ്ണ് കടിക്കും. അപ്പോൾ നമ്മൾ അരിക്കുമ്പോൾ കാണാൻ പറ്റും മണ്ണ് തരികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നന്നായിട്ട് അരിച്ച് മാറ്റി വെക്കുക. ഇനി ചൂടാറിയതിന് ശേഷം അത് ഒഴിക്കാൻ പാടുള്ളൂ. ഇനി നമ്മൾ വെള്ളവലാണ് ചേർക്കുന്നത്. 3 ടീസ്പൂൺ വെള്ളവൽ ചേർക്കുന്നുണ്ട്. എന്നിട്ട് അത് കുതിർത്തി വെക്കുക വെള്ളം ഒഴിച്ചിട്ട്. അവൽ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്ക് അത് അരിച്ച് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ അവൽ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പൊടിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഏലക്കായ പഞ്ചസാര ഇട്ട് പൊടിച്ചതാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക. 5 ഏലക്കായ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ചേർക്കാൻ പോകുന്നത് 3 പഴുത്ത പാളയംകുടം പഴമാണ്. അത് നമുക്ക് അരിഞ്ഞിട്ട് ഈ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് അരച്ചെടുക്കണം. പഴം ഏതായാലും നമുക്ക് കുഴപ്പമില്ല. ഈ പഴം ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ പൊടിയിലേക്ക് ആ പഴവും നമുക്ക് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. ചൂടാറിയിട്ടുള്ള ആ ശർക്കരയും കൂടി ഇതിലേക്ക്, ശർക്കര ഉരുക്കിയതും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണി. ചൂടാറിയതിന് ശേഷം മാത്രം ഒഴിക്കാൻ പാടുള്ളൂ ശർക്കര ഉരുക്കിയത്. ശർക്കര ഒഴിക്കുമ്പോൾ മുഴുവനായിട്ട് ഒഴിക്കരുത്. ആവശ്യത്തിന് നോക്കിയിട്ട് വേണം, അല്ലെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ ആ ഒരു അളവ് മാറിപ്പോവും. കുറേശ്ശെ കുറേശ്ശെ ശർക്കര ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഈ ഒരു പാകമാണ് ഉണ്ണിയപ്പത്തിൻ്റേത്. അപ്പോൾ ഓരെങ്കിൽ ശർക്കര പാനി തീർന്നെങ്കിൽ കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഒരു നുള്ളുപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആ മധുരത്തിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. ഇനി നന്നായിട്ടാണ് മിക്സ് ചെയ്യുക എല്ലാം കൂടി. കുറച്ച് തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തെടുത്തതാണിത്. 1/2 ടീസ്പൂൺ നമുക്ക് കറുത്ത എള്ളും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഉണ്ണിയപ്പമൊക്കെ കഴിക്കുമ്പോൾ തേങ്ങാക്കൊത്ത് കടിക്കുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പം നെയ്യിലാണ് ഞാൻ വറുത്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഉണ്ണിയപ്പത്തിൻ്റെ ഈ മാവിലേക്ക് ഈ വറുത്ത തേങ്ങാക്കൊത്തും പിന്നെ ആ എള്ളും എല്ലാം കൂടിയാണ് ചേർത്ത് ഇനി ഒന്നും കൂടി നന്നായിട്ടാണ് മിക്സ് ചെയ്യുക. ഇതിൽ സോഡാപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. നാടൻ രീതിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് 5 മണിക്കൂർ മാവ് കലക്കി വെച്ചതിന് ശേഷമാണ് ഉണ്ണിയപ്പം തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഒരുപാട് ലൂസ് ആവാനും പാടില്ല, ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല. ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു അളവ് തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ണിയപ്പം പൊട്ടിപ്പോവും. ഇനി നമുക്ക് അച്ച് വെച്ചിട്ടുണ്ട്. ഇനി ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ. എന്നാലാണ് ആ ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ.
വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ തയ്യാറാക്കിയ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിക്കരുത്. മുഴുവൻ ഒഴിച്ച് കഴിഞ്ഞാൽ ഉണ്ണിയപ്പം പുറത്തേക്ക് തള്ളിപ്പോരും. അപ്പോൾ നമ്മൾ ഒരു പകുതിയോ മുക്കാലോ ഒഴിക്കാൻ പാടുള്ളൂ. ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഇനി മറിച്ചിട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുന്നത്. സ്പൂൺ വെച്ചിട്ട് ഒന്ന് മറിച്ച് നോക്കുമ്പോൾ ഈ ഒരു കളറായിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് പാകമായെന്ന് അറിയാൻ പറ്റും. അപ്പോൾ നമുക്കത് മറിച്ചിട്ട് കൊടുക്കണം. മറിച്ചിട്ട ശേഷം ആ ടീസ്പൂൺ കൊണ്ട് ഒന്ന് പൊക്കി നോക്കുമ്പോൾ ആ കളർ തന്നെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പാകമായി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് വേഗം തന്നെ എടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞ് പോവും. ടീസ്പൂൺ വെച്ചെടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ 2 രീതിയിലും കാണിച്ചിട്ടുണ്ട്. ഈർക്കിൽ വെച്ചിട്ടും ഉണ്ണിയപ്പം എളുപ്പത്തിൽ കുത്തിയെടുക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടോ, നമ്മളൊരു ട്രിപ്പ് ഉണ്ണിയപ്പം എടുത്തപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഫുള്ളായിട്ട് നമുക്കത് ഒഴിച്ചു കൊടുക്കണം. എന്നാലാണ് നമുക്ക് ആ ഉണ്ണിയപ്പം മൊരിഞ്ഞ് വരുള്ളൂ ഒരേ പാകത്തിന്. ബാക്കിയുള്ള മാവും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മുടെ ഉണ്ണിയപ്പം റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. ഞാനത് നിങ്ങളെ കാണിച്ചു തരാം. കണ്ടോ, പിടിച്ചു നോക്കുമ്പോൾ നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നുണ്ട്. ഇനി അത് പൊളിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളു കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതേപോലെ നല്ല സോഫ്റ്റുമാണ്, നന്നായിട്ട് വെന്തിട്ടുമുണ്ട്.